നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ 2 സ്ത്രീകളെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മലയാളി NHS സർജൻ കുറ്റക്കാരൻ. 6 ദിവസത്തെ പുനർവിചാരണയ്ക്ക് ശേഷമാണ് സനിൽ കൊരമ്പയിൽ എന്ന 34-കാരനെ കുറ്റക്കാരനായി വിധിച്ചത്. 2023-ൽ റദ്ദാക്കിയ കേസിൽ പുനർവിചാരണ നടന്നതോടെ കുറ്റക്കാരനായി കണ്ടെത്തുകയായിരുന്നു. റിവോൺ, ട്രൂഡോ ആശുപത്രികളിൽ ട്രെയിനി സർജനായി ജോലി ചെയ്യവെയാണ് ഡോക്ടർ സ്ത്രീകളുടെ വീടുകളിലെത്തി 2 വ്യത്യസ്ത കേസുകളിൽ ബലാത്സംഗത്തിന് ഇരയാക്കിയത്. 14 വർഷത്തെ ജയിൽ ശിക്ഷയാണ് കോടതി സലിലിന് വിധിച്ചിരിക്കുന്നത്. തന്റെ ഇരകളിൽ ഒരാളുടെ പശ്ചാത്തലം അന്വേഷിക്കാൻ 34-കാരനായ ഡോക്ടർ സ്വകാര്യ അന്വേഷകനെ നിയോഗിച്ച വിവരം പുറത്തുവന്നതാണ് പുതിയ തെളിവായി മാറിയത്. ലൈംഗിക വേട്ടക്കാരനായ സലിൽ രോഗികളുടെ ആത്മവിശ്വാസം നേടി വീടുകളിലെത്തി ബലാത്സംഗത്തിന് ഇരയാക്കുകയാണ് ചെയ്തിരുന്നതെന്ന് പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാണിച്ചു. ബലാത്സംഗത്തിനിടെ ഇരകളെ ഇയാൾ ശ്വാസം മുട്ടിക്കുകയും ചെയ്തു. സലിലിനേക്കാൾ 16 വയസ്സ് മുതിർന്ന സ്ത്രീക്ക് ഫേസ്ബുക്കിൽ സന്ദേശമയച്ചാണ് ഇയാൾ അടുത്തത്. ഒരിക്കൽ നേരിൽ കണ്ടുമുട്ടുകയും പരസ്പര സമ്മതത്തോടെ ലൈംഗികതയിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ ഇതൊരിക്കലും ആവർത്തിക്കരുതെന്ന് സ്ത്രീ പറഞ്ഞെങ്കിലും പിന്നീട് വീട്ടിലെത്തിയ സലിൽ ഇവരെ ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. മുറി വാടകയ്ക്ക് നൽകാനുണ്ടെന്ന് പരസ്യം നൽകിയ സ്ത്രീയായിരുന്നു രണ്ടാമത്തെ ഇര. ഇത് അന്വേഷിച്ചെത്തിയ സലിൽ പിന്നീട് ഫോണിൽ ബന്ധപ്പെടുകയും വീട്ടിലെത്തുകയുമായിരുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം ബോധക്ഷയം ഉണ്ടായ സ്ത്രീയെ ഇയാൾ 2 തവണയാണ് ബലാത്സംഗത്തിന് ഇരയാക്കിയത്.